Hi everyone. Today we have yet another successful alumnus of IPSR along with us. MSc Software Engineering 2017 കഴിഞ്ഞ ശേഷം IPSRൽ നിന്ന് RHCSA എന്ന RHCE വിത്ത് ആൻസൽ കോഴ്സിലൂടെ IT ഇൻഡസ്ട്രിയിൽ ഒരു ഡ്രീം കരിയർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിരൺ. Currently, he is working at Let's Do It Technologies as a system administrator. Let's welcome Kiran to know more about his inspiring career growth. Hi Kiran, welcome to IPSR CAST. Thank you. കിരണിനെ പറ്റി കിരണിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ഒന്ന് പറയാമോ? എൻ്റെ പേര് കിരൺ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഞാൻ MSc സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. പക്ഷേ 2017 പാസ് ഔട്ട് ആയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ IT ഫേമിൽ ജോലി ചെയ്യാൻ പറ്റില്ല, ചില പേഴ്സണൽ ഇഷ്യൂസ്. എനിക്കൊരു ഡിഫറെൻറ്റ് ഫേമിൽ വർക്ക് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് തിരിച്ച് എൻ്റെ ഒരു പാഷൻ എനിക്ക് തിരിച്ച് IT ഫേമിലേക്ക് വരണമെന്നായിരുന്നു. അത് കഴിഞ്ഞ് ലൈഫിൽ കുറച്ച് സ്ട്രഗിളിൻ്റെ മൊമെൻറ്റ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് പിന്നെ വന്നപ്പോഴത്തേക്ക് IT ഫേമിൽ ഓൾറെഡി എനിക്കൊരു ചെറിയൊരു കരിയർ ബ്രേക്ക് വന്നു. സോ അതെങ്ങനെ നികത്താം എന്ന് ചിന്തിക്കുന്ന സമയത്താണ് IPSRനെ പറ്റി അറിയുന്നത്. ഞാൻ IPSRൽ RHCSA RHCE കോഴ്സിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ RHCSAയിൽ സർട്ടിഫിക്കേഷൻ ചെയ്തു. കഴിഞ്ഞിട്ട് കുറേ പ്ലേസ്മെൻറ്റിനും കുറേ കമ്പനികളിൽ ഞാൻ പ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ടും ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കമ്പനിയിലും ഒരു എന്നൊരു ഫ്രഷറായിട്ട് കാണുമ്പോഴും എൻ്റെ ഏജും എൻ്റെ കരിയർ ഗ്യാപ്പൊക്കെ ഒരു പ്രോബ്ലം ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ ചില കമ്പനികളിൽ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ എൻ്റെ അവിടുത്തെ ഈ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ബെല്ല മാമിനെ ഞാൻ അറിയിച്ചു എൻ്റെ പ്രശ്നങ്ങൾ. ബെല്ല മാം അനുഷ മാമിനെ അറിയിച്ചു. അനുഷ മാം എനിക്ക് പിന്നെ ഫർദർ ഗൈഡൻസ് തന്നു. എങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് എങ്ങനെ പെർഫോം ചെയ്യാം, എങ്ങനെ ആയിരിക്കണം ഒരു ഇൻ്റർവ്യൂവിന് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് സെൽഫ് കോൺഫിഡൻസ് കിട്ടി. പിന്നെ ഞാൻ അങ്ങനെ അറ്റൻഡ് ചെയ്തു. ഇപ്പം ഒരു കമ്പനിയിൽ ഇപ്പം റീസെൻ്റ്ലി പ്ലേസ്ഡ് ആയി അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട്. ഓക്കെ, IPSRനുള്ള ട്രെയിനിങ് എങ്ങനെയായിരുന്നു? ട്രെയിനിങ് വളരെ നന്നായിരുന്നു. ആദ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ പിന്നെ എനിക്ക് ഓൾറെഡി ഒരു IT ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് എനിക്ക് ലേണിംഗ് പാത്തിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമുക്ക് ട്രെയിനിങ് തന്ന ഫാക്കൽറ്റീസ് ഒക്കെ നന്നായിരുന്നു. മോഡ് ഓഫ് ട്രെയിനിങ് എങ്ങനെയായിരുന്നു? അതായത് വീഡിയോസ് ആണോ അതോ ഇൻ പേഴ്സൺ ക്ലാസ്സസ് ആയിരുന്നോ, എങ്ങനെയായിരുന്നു? ഞാൻ ഓൺലൈൻ ട്രെയിനിങ് ആയിരുന്നു അറ്റൻഡ് ചെയ്ത്. പിന്നെ അവരുടെ തന്നെ ഒരു LMS പോർട്ടലിൽ ഒരു ആക്സസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുവഴി ഞങ്ങൾക്ക് ക്ലാസ് ഓൺ ടൈം ലൈവ് ക്ലാസ് സെക്ഷനും കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ റെക്കോർഡഡ് സെക്ഷനായിട്ട് LMSൽ വീഡിയോസ് അവൈലബിൾ ആയിരുന്നു. പിന്നെ അല്ലാണ്ട് റെഫറൻസിന് വേണ്ടിയിട്ട് നോട്ട്സ് തരുന്നുണ്ടായിരുന്നു ഫാക്കൽറ്റീസ്. അല്ലാതെ ഞങ്ങൾക്ക് ഓൺ ടൈം എന്ത് ഡൗട്ട്സ് വന്നാലും ഫാക്കൽറ്റീസ് അത് ക്ലിയർ ചെയ്ത് തന്നെ ചെയ്തിട്ട് 24/7 ഓക്കെ ആയിരുന്നു. ഓക്കെ. ഇപ്പൊ പുതിയ ജോലി എങ്ങനെയുണ്ട്? ആക്ച്വലി ഞാനിപ്പം RHCSA ലിനക്സ് ബേസിലാണ് ഞാൻ സർട്ടിഫിക്കേഷൻ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഞാൻ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, അത് എൻ്റെ കമ്പനിയിൽ വിൻഡോസ് പ്ലാറ്റ്ഫോമും ഉണ്ട്, മാക് പ്ലാറ്റ്ഫോമും എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഞാനൊരു പ്രൊഫഷൻ പീരീഡിലാണ് ഞാൻ. പക്ഷേ എന്തായാലും പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്ലേസ്മെന്റ് സപ്പോർട്ടോട് കൂടിയാണോ ഈ ജോലി, ഇപ്പൊ ഈ പുതിയ ജോലി കിട്ടിയത്? പ്ലേസ്മെന്റ് സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം IPSR ത്രൂ വന്നൊരു കമ്പനിയല്ല. എൻ്റെ അല്ലാതെ ഞാൻ ഓൺലൈൻ ജോബ് പോർട്ടൽ വഴി വന്നൊരു കമ്പനിയായിരുന്നു. പക്ഷെ എനിക്ക് ആ ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യാൻ പറ്റിയത് IPSR കോൺഫറൻസ് തന്നെയായിരുന്നു. ഇതിന് മുന്നേ ഞാൻ പല ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് IPSRന്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് എനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഈ ഒരു ഡൊമൈനിൽ കരിയർ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ടാവും. ഈ ഒരു കരിയർ പാത്ത് വേ എങ്ങനെയാണ് അത് ബിൽഡ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ടിപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വൈസോ എന്തെങ്കിലും? എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IT-യിലേക്ക് വരാൻ നല്ലൊരു ഒരു ദൃഢനിശ്ചയം, ഒരു പാഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ
IPSR ഒരു നല്ല പ്ലാറ്റ്ഫോമാണ്. അവിടെ ഒത്തിരി കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അവർക്ക് ഒരു IT പ്ലാറ്റ്ഫോമിൽ ജോലി കിട്ടാൻ ഉറപ്പായിട്ട് സാധിക്കും. നമ്മുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട് എന്തായാലും ഉണ്ടായിരിക്കും. ഫുൾ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് 30/70 എന്നുള്ള ഒരു ഇതിടാതെ 70-30 ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായിരിക്കും. IT ഫീൽഡിൽ ജോലി തുടരുക എന്ന് പറയുന്നത് നമ്മളൊരു വൺ ടൈം അച്ചീവ്മെന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും. കാരണം ഒരു പ്രാവശ്യം നമ്മൾ എന്തെങ്കിലും ഒന്ന് ലേൺ ചെയ്തത് കൊണ്ട് നമുക്ക് പിന്നീട് ഫ്യൂച്ചറിൽ നമുക്ക് അതിൽ പിടിച്ചു പോകാൻ പറ്റും എന്നൊരിക്കലും അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഒരു കണ്ടീഷനാണെന്ന് തോന്നുന്നില്ല. ഡേ ബൈ ഡേ നമ്മൾ അപ്ഡേറ്റഡ് ആകണം. കാരണം ഓരോ ദിവസം തോറും പുതിയ പുതിയ ടെക്നോളജീസ് വരുന്നുണ്ട്. അപ്പോൾ IT ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ളവർ അങ്ങനെ അപ്ഡേറ്റ് ആകാനും കൂടെ ഒരു മനസ്സുള്ളവരാണെങ്കിൽ മാത്രം IT ഫീൽഡ് തിരഞ്ഞെടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും IT ഫീൽഡിൽ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. സോ താങ്ക് യു സോ മച്ച് കിരൺ. ഇപ്പോൾ കിരണിന്റെ സ്റ്റോറി ബാക്കിയുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. കരിയർ ഗ്യാപ്പ് വന്നവർക്കായാലും അല്ലെങ്കിൽ IT ഫീൽഡിലേക്ക് എങ്ങനെയെങ്കിലും IT ഫീൽഡിൽ ഒരു ജോലി നേടണമെന്ന് ആഗ്രഹം ഉള്ളവർക്കാണെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. Our motive is to share inspirational stories of our students who have made the impossible possible through IPSR. Are you confused about what to choose as the next step towards your career? We would love to help you achieve outcomes like this. Contact us, and our educational counselors will help you out. If you have any IT related doubts, you may comment below so that we can help you answer those questions in our IPSR CAST series. I will leave the link of the IPSR CAST playlist in the description as well. So, see you in the next video of IPSR CAST. Thank you and have a great day.